ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഇറിഗേഷനിലുള്ള 4th മൊഡ്യൂളിൻ്റെ ഒരു ഹാഫ് പോർഷനോളം നമ്മളിപ്പോൾ 2 വീഡിയോസിലായിട്ട് പറഞ്ഞു. അതായത് 2 പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ 3rd പാർട്ട് അതേപോലെ 4th പാർട്ടൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മൊഡ്യൂൾ 4ൻ്റെ പാർട്ട് 3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്. എന്താണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഡ്രെയിനേജിനെ, ഇപ്പോൾ പേര് പോലെ തന്നെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്നുള്ളത് നമ്മൾ ഒരു ഡ്രെയിനേജിനെ ക്രോസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പേർപ്പസിന്, എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു ഡ്രെയിനേജ് ഉണ്ട്, ആ ഭാഗത്തൊരു ഡ്രെയിനേജ് ഒരു ഒബ്സ്ട്രക്ഷനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കനാൽ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുമോ, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യുന്നതിന് ഒരുപാട് റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് നമ്മൾ ഇതിനൊരു ഡെഫിനിഷൻ പോലെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇറിഗേഷൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്സ്ട്രക്ഷൻസ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ബ്രാഞ്ച് കനാൽസ്, ഡിസ്ട്രിബ്യൂട്ടറീസ്, അങ്ങനെ കുറേ, അല്ലെങ്കിൽ സ്ട്രീംസ്, റിവേഴ്സ്, ഇതൊക്കെ നമുക്ക് ഒബ്സ്ട്രക്ഷൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സിനെ ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറിഗേഷൻ കനാൽസ് സാധാരണ ക്യാരി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ് വർക്ക്സിൽ നിന്നും ഹെഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ക്യാരി ചെയ്യുക, വാട്ടർ പാസ് ചെയ്യുക, ഒരു ഹെഡ് വർക്കിൽ നിന്നും ക്രോപ്പ് ഫീൽഡിലോട്ട് വാട്ടർ ക്യാരി ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ വർക്ക്സാണ് സാധാരണ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളെന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ബെഡ് ലെവൽ എന്താവും. എന്താണ് വാട്ടറിൻ്റെ ബെഡ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു കനാലിനകത്ത് അല്ലെങ്കിൽ ഒരു റിവറിനകത്ത് വെള്ളം ഫില്ലായിട്ട് നിറഞ്ഞിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷനെ നമ്മൾ പറയുന്നത് ഫുൾ സപ്ലൈ ലെവലാണ്, അതൊരു ബെഡ് ലെവലാണ്. ഓക്കെ, അതേപോലെ തന്നെ ഹൈ ഫ്ലഡ് ലെവലുണ്ട്, അതായത് വാട്ടർ ഓവറായിട്ട് എപ്പോഴും നമുക്ക് ഫുൾ സപ്ലൈ ലെവലിൽ നിൽക്കില്ല, വാട്ടർ ഓവറായിട്ട് വരികയാണ്. ഇപ്പോൾ ഒരു മഴ പെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും എന്താ പറയുക ഒരു ഡാം തുറന്നു വിടുകയാണ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സാധാരണ ഉള്ള വാട്ടർ സപ്ലൈ ലെവലിനേക്കാളും, അതായത് ഫുൾ സപ്ലൈ ലെവലിനേക്കാളും ഒരു ഇച്ചിരിയും കൂടെ വെള്ളം കൂടും. അതെപ്പോഴും വരില്ല, ചില കണ്ടീഷനിൽ മാത്രം. അതിനെ നമ്മൾ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയും, ആ വാട്ടർ ലെവലിനെ. അപ്പം ഇങ്ങനത്തെ ഈ ലെവൽസുകളെ നമ്മൾ വാട്ടറിൻ്റെ ബെഡ് ലെവൽ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ ബെഡ് ലെവലിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്തിനാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിൻ്റെ നെസസിറ്റി എന്താണ്, ഇതാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാകെ ഒരു ആൻസർ തന്നെ നമുക്ക് പറയാനുള്ളൂ. എന്തെല്ലാമാണോ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ചെയ്യാൻ നമ്മൾ ഫോഴ്സ്ഡ് ആയത്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണോ നമ്മൾ അവിടെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ചെയ്യേണ്ടി വന്നത്, അത് തന്നെയാണ് അതിൻ്റെ നെസസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ 3 പോയിൻറ്റ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്? ദ വാട്ടർഷെഡ് കനാൽ ഡു നോട്ട് ക്രോസ് നാച്ചുറൽ ഡ്രെയിൻ. ഇപ്പോൾ ഒരു വാട്ടർഷെഡ് കനാൽ നാച്ചുറൽ ഡ്രെയിനേജിനെ ക്രോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളവിടെ കനാൽ നെറ്റ്വർക്ക്സ് എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഒബ്സ്റ്റക്കിൾസിനെ നമുക്ക് ക്രോസ് ചെയ്യാൻ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് വേണം. അതായത് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിൻ്റെ ഡെഫിനിഷൻ തന്നെ. അടുത്ത പോയിന്റ് എന്താണ്? അറ്റ് ദി ക്രോസിംഗ് പോയിൻറ്റ്, ആ വാട്ടർ അല്ലെങ്കിൽ ഒരു കനാൽ ഡ്രെയിനേജിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് വാട്ടർ ഇൻ്റർമിക്സ് ആവും എന്നൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കനാൽ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആ ക്രോസ് ചെയ്യുന്ന ഒരു കനാൽ ഒരു ഡ്രെയിനേജിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് നമുക്ക് വാട്ടർ ഡൈവേർട്ട് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരികയാണ്? അവിടെ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ചെയ്യേണ്ടി വരികയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ നെസസിറ്റികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിന് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷനാണിത്. ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്. ഓക്കെ, എന്തൊക്കെയാണ്? ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3.
ഓക്കെ, അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കനാല് ഡ്രെയിനേജിനെ ക്രോസ് ചെയ്തുകൊണ്ട് കനാൽസ് വരയ്ക്കുക, അല്ലെങ്കിൽ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്, കനാലിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഡ്രെയിനേജ് വരിക. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇറിഗേഷൻ കനാല് ഡ്രെയിനേജിൻ്റെ മേലെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ടൈപ്പാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇൻ കേസ് ഡ്രെയിനേജ് ആണ് കനാലിൻ്റെ മേലെ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് 2 ആണ്. അതേപോലെ തന്നെ ടൈപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഡ്രെയിനേജും കനാലും സെയിം ലെവലിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് 3 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനത്തെ 3 ടൈപ്പുകളാണ് എന്തുള്ളത്, അപ്പോൾ ഇങ്ങനത്തെ 3 ടൈപ്പുകളിലാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് വരുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് 1നെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 2 ടൈപ്പിലാണ്. അതായത് രണ്ട് തരം കനാൽ ഓവർ ഡ്രെയിനേജ് ഉണ്ട്. ഒന്ന് അക്യുഡക്റ്റ്, ഒന്ന് സൈഫൺ അക്യുഡക്റ്റ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് പാസ് ഓവർ ദ ഇറിഗേഷൻ കനാൽ 2 ടൈപ്പ് ഉണ്ട്. സൂപ്പർ പാസേജും ഉണ്ട്, സൈഫൺ സൂപ്പർ പാസേജും ഉണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രെയിനേജ് ആൻഡ് കനാൽ ഇൻ്റർസെക്ഷൻ ഈച്ച് അതർ ഓഫ് സെയിം ലെവൽ. അതായത് ഡ്രെയിനേജും കനാലും സെയിം ലെവലിൽ വരുന്നത് 2 ടൈപ്പ് ഉണ്ട്. അത് ലെവൽ ക്രോസിങ്, ദെൻ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. ഇതിലത്തെ എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി നമ്മളൊരു ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്, അല്ലെങ്കിൽ ഇതിലിപ്പോൾ കുറേ ടൈപ്പ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. 3 ടൈപ്പ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ഉണ്ട്. ഈ 3 ടൈപ്പിൽ ഏത് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ് റിലേറ്റീവ് ബെഡ് ലെവൽ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫുൾ സപ്ലൈ ലെവല്, ഹെഡ് ഫ്ലോ ലെവല്, ഇതൊക്കെ നോക്കിയിട്ടുള്ള ബെഡ് ലെവല്. ദെൻ അടുത്തത് അവൈലബിലിറ്റി ഓഫ് സൂട്ടബിൾ ഫൗണ്ടേഷൻ. ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണോ നമുക്ക് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത എക്കണോമിക്കൽ കൺസിഡറേഷൻ. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡ്രെയിനേജ് വർക്ക് എക്കണോമിക്കൽ ആണോ നോക്കിയിട്ടുള്ളതിനാണ് എക്കണോമിക്കൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിസ്ചാർജ് ഓഫ് ദി ഡ്രെയിനേജ്. ആ ഡ്രെയിനേജിൽ നിന്നും എത്രത്തോളം വാട്ടർ ഡിസ്ചാർജായി പോകുന്നുണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നത് ഡിസ്ചാർജ് ഓഫ് ഡ്രെയിനേജ്. ദെൻ നെക്സ്റ്റ് വൺ കൺസ്ട്രക്ഷൻ പ്രോബ്ലംസ്. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ നമുക്കറിയാം വാട്ടർ റിലേറ്റഡ് ആണ്, അവിടെ നമ്മളൊരു എക്സ്ട്രാ സ്ട്രക്ചറാണ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഡ്രെയിനേജ് വർക്ക് നമ്മൾ എന്ത് ചെയ്യും, അവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെലക്ഷൻ ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിലെ ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ പറഞ്ഞു വരാനാണ് അക്യുഡക്റ്റ്. വാട്ട് യു മീൻ ബൈ അക്യുഡക്റ്റ്? അക്യുഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ ഉണ്ട്. അതിൽ ഇറിഗേഷൻ കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്കൺ ഓവർ ദ ഡ്രെയിനേജ്, ആ ഡ്രെയിനേജിൻ്റെ മേലെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ, അതായത് ഡ്രെയിനേജിൻ്റെ മേലെ കനാൽ വരും, അതിനെ നമ്മൾ അക്യുഡക്റ്റ് എന്ന് പറയും. ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് സ്യൂട്ടബിൾ ആവുക? വെൻ ദ ബെഡ് ലെവൽ ഓഫ് കനാൽ ഈസ് എബവ് ദ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ. അതായത് ഇപ്പോൾ നമ്മുടെ ഈ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആവുക നമ്മളെ ബെഡ് ലെവൽ എന്ന് പറയുന്നത് എബവ് ദ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ. അപ്പോൾ ഫ്ലഡ് ലെവലിൻ്റെ മേലെയാണ് ബെഡ് ലെവൽ വരിക എന്നുള്ളെങ്കിൽ അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഈ അക്യുഡക്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആ പറഞ്ഞ കാര്യം ഒന്ന് ചെറുതായി പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇത് ഹൈ ഫ്ലഡ് ലെവലാണ്, ഇത് അതിൻ്റെ ഫുൾ സപ്ലൈ ലെവലാണ്. ഓക്കെ, ഇത് കനാലാണ്, കനാലിൻ്റെ ഹൈ ഫ്ലഡ് ലെവലും ഫുൾ സപ്ലൈ ലെവലുമാണ്. ഈ CBL എന്ന് പറയുന്നത് കനാൽ ബെഡ് ലെവലാണ്. ഓക്കെ, SBL സ്ട്രീം ബെഡ് ലെവൽ, അതായത് കനാലിൻ്റെ താഴെയുള്ള സ്ട്രീമിൻ്റെ ബെഡ് ലെവലാണ് കൊടുത്തേക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഇതിൽ പിക്ചറിൽ മുന്നത്തെ പിക്ചറല്ല, ഈ പിക്ചറാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ അക്യുഡക്റ്റിനെ കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ് ഈ അക്യുഡക്റ്റിൻ്റെ ഈ ഒരു ഫിഗർ. അക്യുഡക്റ്റിൻ്റെ മാത്രമല്ല നമ്മളെ എല്ലാ ഡ്രെയിനേജ് വർക്ക്സിലും ഞാൻ ഇതുപോലത്തെ ഫിഗേഴ്സ് പറയുന്നുണ്ട്. ഈ ഫിഗർ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫിഗറിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇൻസ്പെക്ഷൻ റോഡാണ്, അതൊന്നും നമ്മൾ നോക്കണ്ട. അത് നമ്മൾ ഇതിൻ്റെ കനാലിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പോർഷൻസ് അല്ലെങ്കിൽ കമ്പോണൻറ്റ് പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഇതിലെല്ലാ ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കനാലിൻ്റെ ബോർഡർ. ഇതിൽ കൂടെ കനാൽ വാട്ടർ പാസ് ചെയ്ത് പോവുകയാണ്. ഇതിൻ്റെ ഹൈ ഫ്ലഡ് ലെവലാണ്, ഇത് അതിൻ്റെ പില്ലേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇങ്ങനൊരു ഫിഗർ കണ്ടോ? ഇതിനകത്ത്
ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിപ്പോൾ ഈ രണ്ട് ഫിഗർ വെച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പോർഷനിൽ ഇതാണ് നമ്മൾ അക്വഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫുൾ സപ്ലൈ ലെവലില്ലേ, ഇതിൽ കാണിച്ചേക്കുന്ന ഈ ഫുൾ സപ്ലൈ ലെവലില്ലേ, അതാണ് ഇത്. ഓക്കെ, പിന്നെ ഈ കനാലിൻ്റെ ഈ ബോർഡർ ഇല്ലേ, അതാണ് ഈ ഷിപ്പല്ല, ഐ മീൻ ബോട്ടുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ ബോർഡറാണ്. പിന്നെ ഈ താഴേക്ക് വരുന്ന ഈ പില്ലേഴ്സ് ഇല്ലേ, അതാണ് ഈ കാണിച്ചേക്കുന്ന പില്ലേഴ്സ്. പിന്നെ ഈ താഴെ വരുന്ന ഈ സ്ട്രീമില്ലേ, അതാണ് ഈ ഭാഗം. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ ആ ഭാഗം മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നമുക്ക് എന്താണ്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഫിഗർ മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ, കാരണം നമുക്ക് പിക്ചറൈസ് ചെയ്ത് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗർ മാത്രം ഇട്ടത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സൈഫൺ അക്വഡക്റ്റിനെ കുറിച്ചാണ്. ഇതും എന്താണ്, നമ്മൾ കനാല് മുകളിൽ വരുന്ന രീതിയിലുള്ള ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്കാണ്. അതായത് ടൈപ്പ് 1 വരുന്ന ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്കാണ്. ഇതിനകത്ത് ഇനി ഹൈഡ്രോളിക് സ്ട്രക്ചർ ബോത്ത് ദ കനാൽ ഈസ് ടേക്കൻ ഓവർ ദ ഡ്രെയിനേജ്, അതായത് കനാൽ ഡ്രെയിനേജിൻ്റെ മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്, ബട്ട് ദ ഡ്രെയിനേജ് വാട്ടർ കനോട്ട് പാസ് ക്ലിയർലി ബിലോ ദ കനാൽ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ താഴെ കൂടെ സ്ട്രീമിൽ കൂടെ വെള്ളം പാസ് ചെയ്യുമല്ലോ, പക്ഷെ അത് ക്ലിയർ ആയിട്ട് പോകുന്നില്ല. അതിൻ്റെ താഴെ നമ്മൾ ഈ കനാൽ ഇവിടെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ചെയ്തതുകൊണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു സൈഫോണിക് ആക്ഷൻ കൊടുക്കേണ്ടി, ഐ മീൻ വാട്ടർ വലിച്ചെടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പ് നമ്മൾ അവിടെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സൈഫോണിക് ആക്ഷൻസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അങ്ങനത്തെ അക്വഡക്റ്റിനെ നമ്മൾ സൈഫൺ അക്വഡക്റ്റ് എന്ന് പറയും. ഓക്കെ, അതാണ് സൈഫൺ അക്വഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ഇത് ഒരു സൈഫൺ അക്വഡക്റ്റിൻ്റെ പോർഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ ഫിഗർ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഈ ഫിഗറാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അക്വഡക്റ്റിൻ്റെ ഫിഗർ നോക്കുക, സൈഫൺ അക്വഡക്റ്റിൻ്റെ ഫിഗർ നോക്കുക, എന്തൊക്കെയാണ് ഇതിലുള്ള ഡിഫറൻസുകൾ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഈ സ്ട്രീമിൻ്റെ പോർഷനിൽ ഈ പില്ലേഴ്സ് കണ്ടിട്ടുള്ള ഈ സ്ട്രീമിൻ്റെ പോർഷനിൽ വരുന്ന ഭാഗങ്ങൾ ഒരു സൈഫോണിക് ആക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ബെൻഡിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിൽ സൈഫോണിക് ആക്ഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിലെ നെക്സ്റ്റ് ടൈപ്പാണ് ടൈപ്പ് 2. ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ ഒരു ഭാഗമാണ് സൂപ്പർ പാസേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഹൈഡ്രോളിക് സ്ട്രക്ചർ ഡ്രെയിനേജ് ഇൻ വിച്ച് ദ ഡ്രെയിനേജ് ഈസ് ടേക്കൺ ഓവർ ദ ഇറിഗേഷൻ കനാൽ. അപ്പോൾ കനാലിൻ്റെ മേലെയാണ് നമ്മൾ ഡ്രെയിനേജ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സൂപ്പർ പാസേജ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആവുക എപ്പോഴാണ്, വെൻ ദ ബെഡ് ലെവൽ ഓഫ് ഡ്രൈനേജ് ഈസ് എബവ് ദ ഫുൾ സപ്ലൈ ലെവൽ. അതായത് ഡ്രെയിനേജിൻ്റെ ബെഡ് ലെവല് കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവലിന് മേലെ ആണെങ്കിലാണ് സൂപ്പർ പാസേജ് സ്യൂട്ടബിൾ ആവുക. ഓക്കെ, വാട്ടർ ഓഫ് ദി കനാൽ പാസസ് ക്ലിയർലി ബിലോ ദ ഡ്രെയിനേജ്. അപ്പോൾ എന്താണ്, നമ്മളെ കനാലിൻ്റെ താഴെ കൂടെ ദ വാട്ടർ ഓഫ് ദ കനാൽ പാസസ് ക്ലിയർലി ബിലോ ദ ഡ്രെയിനേജിൻ്റെ താഴെ കൂടെ ക്ലിയർ ആയിട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ ടൈപ്പ് 2ലുള്ള അടുത്തൊരു ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് സൈഫൺ സൂപ്പർ പാസേജ് എന്ന് പറയുന്നത്. എന്താണ് സൈഫൺ സൂപ്പർ പാസേജ്? ഇപ്പോൾ ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ ഡ്രെയിനേജ് ടേക്ക് ഓവർ ചെയ്യുന്നത് ഇറിഗേഷൻ കനാലിൻ്റെ മേലെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ബട്ട് ദ കനാൽ വാട്ടർ പാസസ് ബിലോ ദ ഡ്രെയിനേജ്. പക്ഷേ ആ കനാൽ വാട്ടർ പാസ് ചെയ്യുന്ന എന്താണ്, ആ ഡ്രെയിനേജിൻ്റെ താഴെ കൂടെ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു സൈഫോണിക് ആക്ഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ, അതായത് നമ്മൾ അക്വഡക്റ്റിൽ സൈഫോണിക് ആക്ഷൻ കൊടുക്കേണ്ട അതേ റീസണിൽ തന്നെ നമുക്ക് സൂപ്പർ പാസേജിലും സൈഫോണിക് ആക്ഷൻ കൊടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിനെ നമ്മൾ സൈഫൺ സൂപ്പർ പാസേജ് എന്ന് പറയും. ഓക്കെ, ഇത് സൈഫൺ സൂപ്പർ പാസേജിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇതാണ്. ഇതിൽ പില്ലേഴ്സ് ഹൈ ഫ്ലഡ് ലെവൽ എവിടെ വന്നേക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഹൈ ഫ്ലഡ് ലെവൽ വന്നിട്ടുള്ള ഈ പോർഷനിലാണ്. അതേപോലെ കനാലിൻ്റെ ബാങ്ക് വന്നിട്ടുള്ള ഈ പോർഷനിലാണ്. ഇവിടെയാണ് ഫുൾ സപ്ലൈ ലെവൽ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ സൈഫോണിക് ആക്ഷൻ ഇതിലൂടെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സൈഫോണിക് ആക്ഷൻ കൊടുത്തുകൊണ്ട് അതിൽ വാട്ടർ ഇതാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, സൈഫൺ സൂപ്പർ പാസേജ് എന്ന് പറയും. ക്ലിയർ? ദെൻ അടുത്തതെന്ന് പറയുന്നത് ടൈപ്പ് 3 ആണ്. ടൈപ്പ് 3ൻ്റെ എന്താ നമ്മൾ പറയുന്നത്, കനാലും ഡ്രൈനേജും ഇൻ്റർസെക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ലെവൽ ക്രോസിംഗ് എന്ന് പറയും. വെൻ ദ ബെഡ് ലെവൽ ഓഫ് കനാലിൻ്റെ ബെഡ് ലെവലും അതേപോലെ ആൻഡ് ദ സ്ട്രീം ആർ അപ്രോക്സിമേറ്റ്ലി ദ സെയിം ആൻഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ ഇൻ കനാൽ സ്ട്രീം ഈസ് നോട്ട് മച്ച് ഡിഫറെൻറ്റ്.
ഓക്കെ. അപ്പോൾ ലെവൽ ക്രോസിംഗ് കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് കമ്പോണൻറ്റ്. ഒരു ലെവൽ ക്രോസിങ്ങിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ക്രസ്റ്റ് വാൾ ഉണ്ടാവും, സ്ട്രീം റെഗുലേറ്റർ ഉണ്ടാവും, കനാൽ റെഗുലേറ്റർ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത 2-3 ക്രോസ് ഡ്രെയിനേജ് ബോക്സിന് ഇല്ലാത്ത കുറച്ച് കമ്പോണൻസ് നമുക്ക് എന്താണ് ഇതിനുണ്ടാവുകയാണ്. അതെന്തുകൊണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവും? നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് പറഞ്ഞു രണ്ടും നമ്മളെ കനാലും അതേപോലെ സ്ട്രീമും ഡ്രെയിനേജും ഡിഫറെൻറ്റ് ലെവൽസിലാവുമ്പോൾ നമുക്കവിടെ പ്രത്യേകിച്ച് വാട്ടർ റെഗുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നേരെ മറിച്ച് രണ്ടും ഒരേ ലെവലിലാവുമ്പോൾ വാട്ടർ ഫ്ലോനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ലേ? അതുകൊണ്ടാണ് മറ്റേക്കാളും കൂടുതൽ കുറച്ചും കൂടെ ഇതിൽ കുറച്ച് പാർട്സ് വന്നത്. ഓക്കെ, ഇതതിൻ്റെ ഒരു ഫിഗറാണ്. നാച്ചുറൽ സ്ട്രീം വരുന്നത് നോക്കുക, അതേപോലെ തന്നെ ഫുൾ സപ്ലൈ ലെവലിൻ്റെ പൊസിഷനിങ് നോക്കുക, ദെൻ നിങ്ങൾ സ്ട്രീം ബെഡ് ലെവൽ എവിടെയാണെന്നുള്ളത് നോക്കുക, അതേപോലെ തന്നെ കനാൽ ബെഡ് ലെവലിൻ്റെ പൊസിഷനിങ്ങും നോക്കുക. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് ഓരോന്നിലും വേറെ വേറെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇൻ കേസ് അടുത്തത് നമ്മൾ ലെവൽ ക്രോസിങ്ങിൻ്റെ ഒരു ഫിഗറാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. ലെവൽ ക്രോസിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതേണ്ട അല്ലെങ്കിൽ വരയ്ക്കേണ്ട ഒരു ഫിഗറാണത്. ഇതിൽ നിങ്ങൾ കനാൽ വരുന്ന ഭാഗം നോക്കുക, കനാലിലെ വാട്ടർ ഫ്ലോ വരുന്നത് നോക്കുക. എന്നിട്ട് ഇവിടെ ഒരു കനാൽ റെഗുലേറ്റർ ഉണ്ടാകും. കനാലിൽ വരുന്നേയും പോകുന്നേയും വാട്ടർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കനാൽ റെഗുലേറ്റർ. ഇതാണ് നമ്മളെ റിവർ. അപ്പോൾ റിവറിനും ഒരു റെഗുലേറ്റർ ഉണ്ടാവും. റിവറിന് വരുന്നേയും പോകുന്നേയും ചെയ്യുന്ന വാട്ടർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ക്രസ്റ്റ് വാളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വെള്ളം പോവുക. അപ്പോൾ ക്രസ്റ്റ് വാൾ നമുക്ക് ആവശ്യമാണ്. ഇതാണ് ലെവൽ ക്രോസിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അടുത്തത് നമ്മളെ ക്രോസ് ഡ്രെയിനേജ് ബോക്സിലുള്ള മറ്റൊരു പോർഷനാണ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. എന്താണ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്? ഇപ്പോൾ ഒരു ഇറിഗേഷൻ കനാൽ ഒരു സ്മോൾ സ്ട്രീമിൽ മീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അറ്റ് ദ സെയിം ലെവൽ. അപ്പോൾ ഡ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കനാലിലോട്ട് വാട്ടർ എൻ്റർ ചെയ്യുന്നത് ഇൻലെറ്റ് വഴിയായിരിക്കും. കുറച്ച് ഡിസ്റ്റൻസ് കഴിയുമ്പോൾ ആ ഇൻലെറ്റിൻ്റെ പോയിന്റിൽ നിന്ന് കുറച്ച് വാട്ടർ പുറത്തോട്ട് പോവും ത്രൂ ദി ഔട്ട്ലെറ്റ്. ഓക്കെ, അതാണ് ക്രോസ് ഡ്രെയിനേജ് ബോക്സിലെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കനാൽ ഈ ഭാഗത്ത് കൂടെയാണ് വാട്ടർ പാസ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ വരുന്ന സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളം ഉള്ളിലോട്ട് കിടക്കുന്ന ഈ ഭാഗത്ത് നമ്മൾ ഇൻലെറ്റ് എന്നും, അതേപോലെ തന്നെ ഈ കനാലിൽ നിന്നും ലീഡിങ് ചാനലിലോട്ട് വെള്ളം പാസ് ചെയ്യുന്ന ഈ പോർഷനെ നമ്മൾ എന്തു പറയും? ഔട്ട്ലെറ്റ് എന്നും പറയും. ക്ലിയർ? ഇതാണ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് ഇമ്പോർട്ടൻ്റ് ആയ പോർഷനാണ്. നമ്മളെ കനാൽ ഡ്രെയിനേജ് ബോക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് ഡ്രെയിനേജ് ബോക്സിൻ്റെ പോർഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. ഇതിലെല്ലാ പോർഷനും നമുക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ക്രോസ് ഡ്രെയിനേജ് ബോക്സിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈപ്സ്, പിന്നെ അതിൻ്റെ നെസസിറ്റി, അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ ഫിഗേഴ്സും നിങ്ങൾ വരയ്ക്കുകയും വേണം, അതോടുകൂടി പഠിക്കുകയും വേണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫിഗേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഈ ടൈപ്പ് ഫിഗേഴ്സ് ഇല്ല എല്ലാത്തിൻ്റെയും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതിൽ കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യണ്ട, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മളെ പാർട്ട് 3 നമുക്ക് ക്രോസ് ഡ്രെയിനേജ് ബോക്സിൽ പാർട്ട് 3 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ? നെക്സ്റ്റ് വൺ നമ്മളെ കനാൽ ഇറിഗേഷൻ എന്ന 4th മൊഡ്യൂളിലെ 4th പാർട്ട്, അതായത് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെന്താണ്? സോയിൽ ഇറോഷൻ. അപ്പോൾ നിങ്ങൾക്ക് സോയിൽ ഇറോഷൻ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. എന്താണ് സോയിൽ ഇറോഷൻ, അല്ലെങ്കിൽ എപ്പോഴാണ് സോയിൽ ഇറോഷൻ ഉണ്ടാവുന്നത്, സോയിൽ ഇറോഷൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, സോയിൽ ഇറോഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ ഏകദേശം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്നാലും നമുക്ക് അതിൻ്റെ കുറച്ച് എഫക്ട്സ്, അതേപോലെ തന്നെ അതിൻ്റെ കോസസ്, ദെൻ അതിൻ്റെ പ്രിവെൻഷൻ, ഈ 3 പോർഷനാണ് നമ്മൾ സോയിൽ ഇറോഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സോയിൽ ഇറോഷനിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും ഈ 3 പോർഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സോയിൽ ഇറോഷൻ ഭയങ്കര സിമ്പിളാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ക്ലിയർ? അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് പോർഷനാണ് സോയിൽ ഇറോഷൻ. എന്താണ് സോയിൽ ഇറോഷൻ? ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത് നമുക്ക് സോയിൽ ഇറോഷൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചേക്കുന്നത്. സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ മണ്ണൊലിച്ചു പോവുക, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മണ്ണ് ഒലിച്ചു പോവുക. ഓക്കെ, സോയിൽ ഇറോഷൻ ഈസ് ദ ഡിറ്റാച്ച്മെൻറ്റ്, ട്രാൻസ്പോർട്ട്
ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ഓൺ ലാൻഡ് സർഫസ് ഓൾസോ ടേംഡ് ആസ് ലോസ് ഓഫ് സോയിൽ. അതായത് ഇപ്പോൾ സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത് പിന്നെ എർത്തിൻ്റെ സർഫസിൽ നിന്നും സോയിലിൻ്റെ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക, ദെൻ അത് ട്രാൻസ്പോർട്ട് ചെയ്യുക, വേറെ സ്ഥലത്ത് ഡെപ്പോസിറ്റ് ആവുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലോസ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? മാസ് പെർ യൂണിറ്റ് ഏരിയയിലാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. മാസ് പെർ യൂണിറ്റ് ഏരിയ, അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം മാസ് സോയിൽ ഡിറ്റാച്ച് ആയി പോയി എന്നുള്ളത് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോയിൽ ഇറോഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ അടുത്തത് സോയിൽ ഇറോഷൻ്റെ കോസസ് ആണ് പറയുന്നത്. വാട്ട് ആർ ദ കോസ് ഓഫ് സോയിൽ ഇറോഷൻ? നാച്ചുറൽ കോസസ് ഉണ്ട്, അതേപോലെ തന്നെ ഹ്യൂമൺ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ട്. എന്തൊക്കെയാണ് നാച്ചുറൽ പ്രോസസ്സിൽ പറയുന്നത്? വാട്ടർ വരുന്നുണ്ട്, വിൻഡ് വരുന്നുണ്ട്. ദെൻ ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ എന്താണ്? ഓവർ ക്രോപ്പിംഗ്, ഓവർ ഗ്രേസിങ്, ഡീഫോറസ്റ്റേഷൻ. ഇതിൽ നാച്ചുറൽ പ്രോസസ്സിൻ്റെ താഴെ കൊടുത്തേക്കുന്ന ഫിഗറിൽ അവർ പറയുന്നത് വാട്ടർ കൊണ്ടുള്ള ഫിഗറിൽ അവർ കാണിച്ചേക്കുന്നത് വാട്ടർ കൊണ്ടുള്ള സോയിൽ ഇറോഷനാണ് കാണിച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഹ്യൂമൺ ആക്ടിവിറ്റീസിൻ്റെ താഴെ കൊടുത്തേക്കുന്ന ഫിഗറിൽ അവർ കാണിച്ചേക്കുന്ന ഓവർ ഗ്രേസിങ് കൊണ്ടുള്ള ഒരു സോയിൽ ഇറോഷനാണ് കാണിച്ചേക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇതെല്ലാമാണ് സോയിൽ ഇറോഷൻ്റെ മെയിൻ കോസസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി സോയിൽ ഇറോഷൻ്റെ കുറച്ച് ടൈപ്സ് ആണ് പറയുന്നത്. അപ്പോൾ ടൈപ്സിൽ ഷീറ്റ് ഇറോഷനാണ് ഫസ്റ്റ് ടൈപ്പ്. എന്താണ് ഷീറ്റ് ഇറോഷൻ? ഷീറ്റ് ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ദ തിൻ ലെയർ ഓഫ് ടോപ്പ് സോയിൽ. അപ്പോൾ എർത്തിൻ്റെ സർഫസിലുള്ള ടോപ്പ് സോയിലിൻ്റെ തിൻ ലെയർ റിമൂവ് ആയി പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. ഷീറ്റ് ഇറോഷൻ ഈസ് ദ റിമൂവൽ ഓഫ് ദ തിൻ ലെയർ ഓഫ് ടോപ്പ് സോയിൽ ബൈ റെയിൻ ഡ്രോപ്പ് സ്പ്ലാഷ് ഓർ വാട്ടർ റൺ ഓഫ്. ഒന്നെങ്കിൽ മഴവെള്ളം ഒലിച്ച് പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം ഒരു മണ്ണിൻ്റെ മേലെ കൂടെ ഒഴുകുന്നത് കൊണ്ടോ ഒരു തിൻ ഷീറ്റ് ഓഫ് സോയിൽ ലോസ് ആവുന്നതിനെയാണ് ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? വാട്ട് യു മീൻ ബൈ ഗള്ളി ഇറോഷൻ? ഗള്ളി ഇറോഷൻ എന്താണ്? ഗള്ളി എന്ന് പറഞ്ഞാൽ ഗള്ളീസ് കേട്ടിട്ടില്ലേ? എന്താണ് ഗള്ളി? ഒരു ഗള്ളി ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് റൺ ഓഫിൻ്റെ ലെവൽ കൂടുവാണെങ്കിൽ, അതായത് സർഫസ് റൺ ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എർത്തിൻ്റെ സർഫസിലുള്ള കുറച്ച് സോയിൽ പോർഷൻസ് ഒഴുകി പോകുന്നതാണ് സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത്. ക്ലിയർ? ഈ സർഫസ് റൺ ഓഫിൻ്റെ റേറ്റ് വളരെയധികം കൂടുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗള്ളി ഇറോഷൻ എന്ന് പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഗള്ളീസ് റിസംബിൾ ലാർജ് ഡിച്ചസ്. ഗള്ളീസ് റിസംബിൾ ചെയ്യുന്നത് എന്തിനാണ്? ലാർജ് ഡിച്ചസിനാണ് എന്ത് ചെയ്യുന്നത്? റിസംബിൾ ചെയ്യുന്നത്. പിന്നെന്താണ്? സ്മോൾ വാലീസ് ഉണ്ടാവും. ഈ സ്മോൾ വാലീസ് നമുക്ക് ഈ ഗള്ളി ഇറോഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് റിസംബിൾ ചെയ്യുന്നത് ലാർജ് ഡിച്ചസ്, അതേപോലെ തന്നെ സ്മോൾ വാലീസ്. ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിപ്പോൾ മണ്ണൊലിച്ചു പോയൊരു ഭാഗമാണ്. പക്ഷേ എർത്തിൻ്റെ സർഫസിൻ്റെ ലെവലെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എത്ര ഹൈറ്റിൽ മണ്ണൊലിച്ച് പോയിട്ടുണ്ടെന്ന് നോക്കൂ നിങ്ങൾ. അപ്പോൾ എന്താണ്? റൺ ഓഫ്, സർഫസ് റൺ ഓഫിൻ്റെ ഹൈറ്റ് കൂടുവാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗള്ളി ഇറോഷൻ എന്ന് പറയും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ടൈപ്പാണ് റിൽ ഇറോഷൻ. വാട്ട് യു മീൻ ബൈ റിൽ ഇറോഷൻ? ഇപ്പോൾ ഷീറ്റ് ഇറോഷന് നല്ല ഫോഴ്സിൽ വരികയാണെന്ന് വിചാരിക്കും. നല്ല ഫോഴ്സിലുള്ള ഷീറ്റ് ഇറോഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ റൺ ഓഫ് വാട്ടർ, അത് കൂടെ പോകുന്ന റൺ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലായിരിക്കും പോവുക സോയിൽ സർഫസിൻ്റെ മേലെ കൂടെ. അപ്പോൾ എന്താണ്? നമ്മളിങ്ങനെ വരച്ച് വെച്ച പോലെ കുറേ ഭാഗത്ത് കൂടെ ഉള്ള വെള്ളം കുറേ ഭാഗങ്ങളുണ്ടാവും. ഇപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ? ഈ പോർഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഫ്ലാറ്റായി നിന്നൊരു ഏരിയ ആയിരിക്കും. പക്ഷേ വെള്ളം പോയി സോയിൽ ഇറോഷൻ സംഭവിച്ചിട്ട് ഗ്രൂവ്സ് ഫോം ചെയ്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ക്ലിയർ ആയോ? ഇങ്ങനത്തെ ഫോർമേഷനെയാണ് നമ്മൾ റിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? റിൽ ഇറോഷൻ. അടുത്തത് സ്ട്രീം ബാങ്ക് ഇറോഷൻ. സ്ട്രീം ബാങ്ക് ഇറോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പേര് പോലെ തന്നെ ഇതൊരു സ്ട്രീമാണ് അല്ലേ? അപ്പോൾ ഈ സ്ട്രീമിനകത്ത് അതിൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് ഈ പോർഷൻസൊക്കെ അതിൻ്റെ ബാങ്കാണ്. ഒബ്വിയസ്ലി അതിൻ്റെ ബാങ്കാണ്. ഇതാണ് നമ്മൾ സ്ട്രീം, ഇതതിൻ്റെ ബാങ്കാണ്. പക്ഷേ ശരിക്കും ഈ ലെവലാണ് അതിൻ്റെ ബാങ്ക്. എത്രത്തോളം മണ്ണൊലിച്ച് പോയിട്ടുണ്ട്, ഈ ഭാഗത്തൊക്കെ മണ്ണൊലിച്ച് പോയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അങ്ങനത്തെ മണ്ണൊലിപ്പിനെയാണ് നമ്മൾ സ്ട്രീം ബാങ്ക് ഇറോഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണ്
ഇതിൽ താഴെ കൊടുത്തേക്കണം. ഇതൊക്കെ നിങ്ങൾ ഫിഗർ വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. പേര് പിന്നെ ഫിഗർ അങ്ങ് നോക്കുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ. ഈ ടൈപ്പ് ഇറോഷനെ നമ്മൾ എന്തുകൂടെ വിളിക്കുന്നുണ്ട്? റിപ്പേറിയൻ ഇറോഷൻ എന്നുകൂടെ വിളിക്കുന്നുണ്ട്. റിപ്പേറിയൻ ഇറോഷൻ. സ്ട്രീം ബാങ്ക് ഇറോഷൻ്റെ മറ്റൊരു പേരാണ് റിപ്പേറിയൻ ഇറോഷൻ. ക്ലിയർ? ദെൻ കുറച്ച് അതർ ടൈപ്സ് ഓഫ് ഇറോഷൻസ് ആണ് വിൻഡ് ഇറോഷൻ. എന്താണ് വിൻഡ് ഇറോഷൻ? എവിടെയെങ്കിലും നിങ്ങൾ വിൻഡ് ഇറോഷൻ കേട്ടതായോ കണ്ടതായോ ഓർക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. സോയിൽ ഇറോഷൻ ബൈ വിൻഡ് ഈസ് കോമൺ ഇൻ ഡ്രൈ റീജിയൻസ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സോയിൽ മെയിൻലി സാൻഡി ആയിരിക്കും. ഏത് റീജിയനിലാണ് നിങ്ങൾ സാൻഡി സോയിൽ കണ്ടിട്ടുള്ളത്? ഏത് റീജിയനിലാണ്? ഡെസേർട്സിലല്ലേ നമ്മൾ സാൻഡി സോയിൽസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വെജിറ്റേഷൻ പുവർ ആവുകയോ അല്ലെങ്കിൽ സാൻഡി സോയിൽസോ ഉള്ള റീജിയൻസിലാണ് വിൻഡ് ഇറോഷൻ കൊണ്ട് എന്തുണ്ടാവുക? സോയിൽ ഇറോഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ വിൻഡ് ഇറോഷൻ ഉണ്ടാവുക. വിൻഡ് കൊണ്ട് സോയിൽ ഇറോഷൻ സംഭവിക്കുക. ഓക്കെ. നെക്സ്റ്റ് ടൈപ്പാണ്, ഇത് വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് ടൈപ്പാണ് ലാൻഡ് സ്ലൈഡ് ഒരു സ്ലിപ്പ് ഇറോഷൻ. ലാൻഡ് സ്ലൈഡും സ്ലിപ്പ് ഇറോഷനും നിങ്ങളിതുപോലെ പല പല പിക്ചേഴ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതാണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഹൈഡ്രോളിക് പ്രഷർ കൊണ്ട് അല്ലെങ്കിൽ ഹെവി റെയിൻസ് കൊണ്ടോ റോക്സിലോ അല്ലെങ്കിൽ ഹിൽസിലോ വരുന്ന ഫോഴ്സ് കൂടി കഴിയുമ്പോൾ അവിടെയുള്ള മണ്ണ് സ്ലിപ്പായി താഴേക്കിറങ്ങും. ലാർജ് മാസിലുള്ള മണ്ണ് സ്ലിപ്പായി താഴേക്കിറങ്ങും. അതിനാണ് നമ്മൾ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ സ്ലിപ്പ് ഇറോഷൻ എന്ന് പറയുന്നത്. ഫിഗർ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇപ്പോൾ ഇതൊരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ സ്ലിപ്പ് ഇറോഷൻ്റെ ഫിഗറാണ്. ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോഡാണ്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇത്രയും ഭാഗം റോഡ് ഉണ്ടായിരുന്നു ഇല്ലേ? പക്ഷേ ഈ കുന്ന് മല ഈ ഭാഗത്തൊക്കെ ഒന്നെങ്കിൽ നല്ല മഴ പെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ആ മഴേനെയും ഇതിനെ അഫോർഡ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ അവിടെ നിന്നുള്ള മണ്ണ് എന്താണ് ഒലിച്ചങ്ങോട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ സോയിൽ ഇറോഷൻ സംഭവിച്ചു. ഈ ഭാഗത്തിനെയാണ് നമ്മൾ ലാൻഡ് സ്ലൈഡ്സ് ഒരു സ്ലിപ്പ് ഇറോഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ലാൻഡ് തന്നെ അവിടെ സ്ലൈഡായി താഴേക്ക് പോവുകയാണ് ചെയ്തേക്കണത്. ഇത് നമ്മൾ ലാൻഡ് സ്ലൈഡ്സ് ഓർ സ്ലിപ്പ് ഇറോഷൻ എന്ന് പറയും. ക്ലിയർ? ഇനി അടുത്തത് എഫക്ട്സ് ഓഫ് സോയിൽ ഇറോഷൻ കൊണ്ട് എന്ത് എഫക്റ്റാണ് ഉണ്ടാകുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതിൽ പോയിൻ്റാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഓക്കെ. റെഡ്യൂസ്ഡ് ദ ക്രോപ്പ് പ്രൊഡക്ഷൻ കുറയും. ഓക്കെ. സോയിൽ ഇറോഷൻ സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് ക്രോപ്പ് പ്രൊഡക്ഷൻ കുറയും. അടുത്ത എന്താണ്? ഇറോഡഡ് സോയിൽ ഈസ് ഡെപ്പോസിറ്റ് ഓൺ റിവർ ബെഡ്സ്. അപ്പോൾ എന്താണ്? ഈ ഇറോഷൻ സംഭവിച്ച സോയിൽ റിവർ ബെഡ്സിലൊക്കെ ഡെപ്പോസിറ്റഡ് ആവും. അപ്പോൾ എന്താണ്? ആ റിവറിൻ്റെ ലെവൽ റേസ് ആവും. അതുകൊണ്ട് എന്താണ്? നമുക്ക് ഫ്ലഡ് ഉണ്ടാവാനുള്ള സാധ്യത കൂടും. അടുത്തെന്താണ്? പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി കുറയും. എന്നുവെച്ചാൽ ക്രോപ്പ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഒബ്വിയസ്ലി പ്ലാന്റ് പ്രൊഡക്ടിവിറ്റിയും കുറയും. ദെൻ എന്താണ്? ഡെസേർട്ടിഫിക്കേഷൻ ഉണ്ടാവും. പ്ലാന്റ് പ്രൊഡക്ഷൻ ഇല്ലാണ്ടാവുമ്പോൾ അത് ത്രൂ ഡെസേർട്ടിഫിക്കേഷൻ സംഭവിക്കും. ഇതാണ് മെയിൻ എഫക്ട്സ് ഓഫ് സോയിൽ ഇറോഷൻ. ക്ലിയർ? ദെൻ അടുത്തത് മെത്തേഡ്സ് ഓഫ് കൺസർവേഷൻ. എന്താണ് ഈ മെത്തേഡ്സ് ഓഫ് കൺസർവേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്? മെത്തേഡ്സ് ഓഫ് കൺസർവേഷൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാം, നമ്മളെ സോയിൽ ഇറോഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ വേരിയസ് മെത്തേഡ്സ് ഓഫ് സോയിൽ കൺസർവേഷൻ മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ്. ഏതൊക്കെയാണ്? അഗ്രോണോമിക് പ്രാക്ടീസും എഞ്ചിനീയറിംഗ് പ്രാക്ടീസസും. ഈ അഗ്രോണോമിക് പ്രാക്ടീസിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അഗ്രോണോമിക് പ്രാക്ടീസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് എന്താ വെച്ചാൽ അത് ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾ ടോപ്പ് സോയിലിനെ സ്പെഷ്യൽ മെത്തേഡ്സ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് പ്രോസസ്സിങ്ങിനെയും അഗ്രോണോമിക് പ്രാക്ടീസസ് എന്ന് പറയും. ഓക്കെ. അതിൽ വരുന്ന ഫസ്റ്റാണ് ക്രോപ്പ് റൊട്ടേഷൻ. എങ്ങനെയാണ് ഈ ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യുക? ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സീരീസ് ഓഫ് ഡിസിമിലർ ക്രോപ്സ് ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഇവിടെ ഒരു റൗണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറിനകത്ത് ക്യാരറ്റ് ക്രോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാരറ്റ് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അത് തീരിനോട് കൂടി ടൊമാറ്റോ കൃഷി ചെയ്യും. അത് തീരിനോട് കൂടി കോണ്, അത് തീരിനോട് കൂടി ബീന്, അത് തീരിനോട് കൂടി ക്യാബേജ്. അങ്ങനെ നമ്മൾ പോവുകയെന്ന് വിചാരിക്കുക. അതൊരു ക്രോപ്പ് റൊട്ടേഷൻ ഉണ്ടാവും അവിടെ. അപ്പോൾ ഡിസിമിലർ ആയിട്ടുള്ള ക്രോപ്സ് ഒരേ റീജിയനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ക്രോപ്പിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്?
നമുക്ക് ഈ സോയിൽ ഇറോഷനെ, സോയിൽ സ്ട്രക്ചറിനെ കൂടുതൽ എർത്തിനോട് ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോയിലിൻ്റെ ഇറോഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് അഗ്രോണോമിക് പ്രാക്ടീസസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പ്. അടുത്തത് സ്ട്രിപ്പ് ക്രോപ്പിംഗ്. എന്താണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ്? നിങ്ങൾ ഒരുപാട് ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫിഗറാണ്. പക്ഷേ എന്താണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ്, എന്തുകൊണ്ടാണ് അങ്ങനത്തെ റീജിയനിൽ സ്ട്രിപ്പ് ക്രോപ്പിംഗ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? എന്താ വെച്ചാൽ നമ്മൾ മണ്ണൊലിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇൻ ദിസ് മെത്തേഡ് ദ കൾട്ടിവേറ്റഡ് ക്രോപ്സ് ആൻഡ് ദ കവർ ക്രോപ്സ് ആർ ഷോൺ ഇൻ ഓൾട്ടർനേറ്റ് സ്ട്രിപ്സ് ഡ്യൂറിങ് ദ സെയിം പീരീഡ് ഇൻ ദ സെയിം ഫീൽഡ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൽ ഫെറോൻ്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ താഴ്ന്ന പോർഷനും റിഡ്ജസ് മേലെ പോർഷനാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് വരമ്പ് കെട്ടുക ഒക്കെ പറയാറില്ലേ. അപ്പോൾ ആ രണ്ട് വരമ്പുകൾക്കിടയിലുള്ള കൃഷി ചെയ്യുന്നതായിരിക്കില്ല ആ വരമ്പ് കഴിഞ്ഞ് എന്നിട്ട് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിഗറിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടാവും, ഇതിൽ റിഡ്ജസ് കൊടുത്തിട്ടുണ്ട്. ഈ റിഡ്ജസിനെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ? ഈ റിഡ്ജസിൻ്റെ ഓരോ റീജിയണിലും ഓരോ ടൈപ്പ് കളർ കണ്ടോ നിങ്ങൾ? അത് ഓരോ ടൈപ്പ് കൃഷി ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ സെയിം ഫീൽഡിൽ തന്നെ ഓൾട്ടർനേറ്റീവ് സ്ട്രിപ്സിൽ നമ്മൾ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എൻജിനീയറിംഗ് പ്രാക്ടീസാണ്. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എൻജിനീയറിംഗ് പ്രാക്ടീസാണ്. എന്തൊക്കെയാണ് എൻജിനീയറിംഗ് പ്രാക്ടീസിൽ വരുന്നത്? എക്സ്കവേഷൻ ഓഫ് ഡിച്ചസ്. എക്സ്കവേഷൻ ഓഫ് ഡിച്ചസ് എന്ന് പറഞ്ഞാൽ അത് ആർട്ടിഫിഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ദീസ് ആർ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ചാനൽസ് ടു ഡൈവേർട്ട് ദ എക്സസ് വാട്ടർ. എക്സസ് ആയിട്ട് വാട്ടർ വന്നുകൊണ്ട് സോയിൽ ഇറോഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യലി ചാനൽസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ 2 ടൈപ്സ് ഓഫ് ഡിച്ചസ് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. ഒന്ന് ഡൈവേർഷൻ ഡിച്ച്, പിന്നെ ഒന്ന് ഇൻ്റർസെപ്ഷൻ ഡിച്ച്. എന്താണ് ഡൈവേർഷൻ ഡിച്ച്? റൺ ഓഫിനെ ഒരു ഫീൽഡിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡൈവേർഷൻ ഡിച്ചസ് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ ഇൻ്റർസെപ്ഷൻ ഡിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ആൻഡ് സ്യൂട്ടബിൾ ഇൻ്റർവെൽസിൽ കൾട്ടിവേറ്റഡ് ഫീൽഡിലെ റെഗുലർ ആൻഡ് സ്യൂട്ടബിൾ ഇൻ്റർവെൽസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റർസെപ്ഷൻ ഡിച്ചസ് ഉണ്ടാക്കുക. ഈ ഡിച്ചസ് എന്തിന് പറ്റില്ല? നമുക്ക് തിക്ക് ഷീറ്റ്സ് ഓഫ് വാട്ടറുള്ള റീജിയൻസിൽ എന്ത് പറ്റില്ല? ഇൻ്റർസെപ്ഷൻ ഡിച്ചസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻജിനീയറിംഗ് പ്രാക്ടീസസിലുള്ള സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് ഇതും നിങ്ങൾ ഫിഗറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള ഭാഗമായിരിക്കും ടെറസസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ ടെറസസ് കൺസ്ട്രക്ഷൻ? ഇപ്പോൾ ഉയർന്ന ഹിൽ ഏരിയാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? സ്റ്റെപ്പാക്കി മാറ്റിയിട്ട് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അവിടെയൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ദിസ് റെഡ്യൂസസ് സ്ലോപ്പ് ലെങ്ത് ആൻഡ് സ്റ്റീപ്നെസ് ടു കൺട്രോൾ ദ എനർജി റണ്ണിങ് വാട്ടർ ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു ക്യാരി സോയിൽ അവേ. അതായത് ഇതുകൊണ്ട് എന്താ ഗുണമുള്ളത്? സ്ലോപ്പ് ലെങ്ത്ത് അതേമാതിരി സ്റ്റീപ്നെസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് എനർജി ഓഫ് റണ്ണിങ് വാട്ടർ അതേപോലെ അതിൻ്റെ എബിലിറ്റി എന്ത് ചെയ്യും? സോയിലിനെ ക്യാരി ഔട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് അത്? നമ്മൾ ആ ഭാഗങ്ങളിലുള്ള നമ്മൾ ആ ഓരോ സ്റ്റെപ്പാക്കി ആ ഓരോ സ്റ്റെപ്പിലുള്ള സോയിലിനെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്ത് നിർത്താൻ കഴിയും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് ചെക്ക് ഡാംസ്. എന്താണ് ചെക്ക് ഡാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതേപോലെ തന്നെ ടെമ്പററി ആയിട്ടാണ് നമ്മൾ ചെക്ക് ഡാംസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ആ ചെക്ക് ഡാംസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്റ്റോൺസ്, ടിമ്പർ, സ്റ്റീൽ ഇതൊക്കെയാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഇപ്പോൾ ചില ഡാംസിലുള്ള വാട്ടറിന് ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ചെക്ക് ഡാംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫോഴ്സ് കൂടുതലുള്ള വാട്ടറിൻ്റെ ഫോഴ്സ് കുറച്ചിട്ട് അതിൻ്റെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വെലോസിറ്റി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്താണ്? ആ വെള്ളം വന്ന് പതിക്കുന്ന ഭാഗത്തുള്ള സോയിൽ ഇറോഡഡ് ആവാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. ക്ലിയർ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിക്കുക, ഒരു സ്ലോപ്പായ ഭാഗത്ത് കൂടെ വെള്ളം നല്ല ഫോഴ്സിൽ വരികയാണ്. അപ്പോൾ ചെക്ക് ഡാം നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോഴ്സ് ജസ്റ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ വന്ന് വീഴുന്ന സമയത്ത് തട്ടുന്ന ഭാഗത്തുള്ള സോയിൽ ഒഴുകി പോകുന്നത് നമുക്ക് കുറച്ചുകൂടെ. അപ്പോൾ അതാണ് ചെക്ക് ഡാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പറയുന്നത് വിൻഡ് ബ്രേക്സ് ഓർ ഷെൽട്ടർ ബെൽസ്. എന്താണ് വിൻഡ് ബ്രേക്സ് ഓർ ഷെൽട്ടർ ബെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ നമ്മൾ ബാരിയേഴ്സ് ഒരു ക്രോപ്പ് ഫീൽഡിലുള്ള ബാരിയേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീസ് അതേമാതിരി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഡ് വെലോസിറ്റി അത് വെച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വിൻഡ് ഇറോഷൻ കുറച്ചുകൂടെ, അതായത് വിൻഡ് കൊണ്ടുണ്ടാവുന്ന ഇറോഷൻ കുറക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് വെജിറ്റേഷൻ കുറവുള്ള ഭാഗങ്ങളിൽ വിൻഡ് ഇറോഷൻ സംഭവിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ വെജിറ്റേഷൻ കൂട്ടിക്കൊടുത്താൽ നമുക്ക് വിൻഡ് ഇറോഷൻ കുറയ്ക്കാമല്ലോ. അപ്പോൾ ഈ ഫിഗറിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ബാരിയറായിട്ട് പ്ലാന്റ്സ് കൊടുത്തതുകൊണ്ട് വിൻഡ് ഇറോഷൻ ഉണ്ടാവാൻ ചാൻസ് കുറയും. ഓക്കെ, ഇതാണ് വിൻഡ് ബ്രേക്സ് അതേപോലെ തന്നെ ഷെൽട്ടർ ബെൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോയിൽ ഇറോഷനിൽ പറയാനുള്ളത്. അപ്പോൾ സോയിൽ ഇറോഷനിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യേണ്ടതാണ്. അത് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവും. പ്രിവെൻറ്റ് ചെയ്യുക, സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ അതിൽ അറിയുന്നുണ്ടാവും. അപ്പോൾ അതല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും കൂടി പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് നമുക്ക് മണ്ണൊലിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും കുറേ പ്ലാന്റ്സ് നമുക്ക് കുറേ പ്ലാന്റുകൾ വെച്ച് പിടിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, സോയിലിന് ഇത് കൂട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സോയിലിനെ എർത്തിനോട് ഹോൾഡ് ചെയ്ത് നിർത്തുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ചെയ്യുക. അതേപോലെ തന്നെ മരങ്ങൾ വെട്ടി നിരത്തുന്നത് ഒഴിവാക്കുക, ഡീഫോറസ്റ്റേഷൻ ഒഴിവാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കോമൺ കാര്യങ്ങളാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങളായിരിക്കും നിങ്ങൾ പറയുക. അതും ശരിയാണ്, അതും കറക്റ്റ് തന്നെയാണ്. നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ അതും കറക്റ്റായിട്ടുള്ള പോയിൻറ്റ്സാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടെക്നിക്കൽ ടേംസ്, കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ മെത്തേഡ്സ് ഓഫ് കൺസർവേഷനാണ് കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 4 പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കനാൽ ഇറിഗേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഈ കനാൽ ഇറിഗേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമ്മൾ കനാലിനെ കുറിച്ച് പഠിച്ചു, കനാലിൻ്റെ കമ്പോണൻറ്റ് പാർട്സ് പഠിച്ചു, കനാൽ ഹെഡ് വർക്ക്സ് പഠിച്ചു, അതേപോലെ തന്നെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് പഠിച്ചു, ദെൻ ലാസ്റ്റ് സോയിൽ ഇറോഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 4th മൊഡ്യൂളിൽ ഡീൽ ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് നമ്മൾ 4th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോട്ട്സ് എഴുതുക, ഫിഗേഴ്സ് വരയ്ക്കാനുള്ളതെല്ലാം വരയ്ക്കുക. ക്ലിയർ? താങ്ക് യു.